ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു എഴുതപ്പെട്ട സ്ക്രിപ്റ്റിനനുസരിച്ച് പോകുന്നു എന്ന് പറയുമ്പോഴും ഈ അവസാന നിമിഷങ്ങളിലെ നീക്കങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഈ പ്രസന്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന ചില നീക്കങ്ങളുണ്ടല്ലോ, അത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണമാകട്ടെ, ഏറ്റവും ഒടുവിൽ ട്രംപിൻ്റെ പ്രതികരണമാകട്ടെ, അത് ആ തിരക്കഥയ്ക്കനുസരിച്ച് തന്നെ കഥാപാത്രങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? അതെയോ തിരക്കഥയ്ക്ക് അപ്പുറത്തേക്ക് കഥാപാത്രങ്ങൾ അവരുടേതായ വേഷപ്പകർച്ചയിലേക്ക് മാറുന്നുണ്ടോ? തിരക്കഥയിലെ അനുസരിച്ചിട്ട് പെരുമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവുള്ള മെമ്പർ കൺട്രീസിൽ ഉണ്ടാകാം. പക്ഷെ എല്ലാ ആൾക്കാരും അങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ കൺട്രോൾഡ് ആയിട്ടാണെങ്കിലും ഇറാനെ പോലെ ഒരു രാജ്യത്തിന് ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ, അത് പ്രത്യേകിച്ച് വെപ്പൺ ഗ്രേഡ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി അവർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഇസ്രായേലിനുണ്ട് എന്നുള്ളത് അവരുടെ ഒരു സ്റ്റേറ്റഡ് പൊസിഷനാണ്. അപ്പോൾ ആ സ്റ്റേറ്റഡ് പൊസിഷന് വിരുദ്ധമായിട്ട് കൺട്രോൾ ചെയ്തിട്ടാണെങ്കിലും അതിനെ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേയധികം പ്രശ്നങ്ങൾ ഇസ്രായേലിനുണ്ട്. അതല്ല എങ്കിൽ അത്രത്തോളം വലിയൊരു ഗ്ലോബൽ കൺസെൻസസ് ഉണ്ടാകണം. മുമ്പ് ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ, അതിൻ്റെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലൊക്കെ തന്നെ ഇതേപോലെയുള്ള ചില ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും അൺക്ലിയർ ആയിരുന്ന സമയത്താണ് അമേരിക്കയുടെ ഒരു എക്സിറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. പിന്നീടാണ് ഇവർ പൂർണ്ണമായിട്ടും ഷട്ട് ഓഫ് ചെയ്തതിന് ശേഷം അവർ സ്വതന്ത്രമായിട്ട് ഇത് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഇസ്രായേൽ അമേരിക്കയോട് ചോദിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ JD വാൻസ് നടത്തിയിരിക്കുന്ന അഭിമുഖം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹം നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, 900 പൗണ്ട് സ്റ്റോക്ക് പൈലാണ് ഹൈലി എൻറിച്ച്ഡ് യുറേനിയം. ആ കാര്യത്തിനെ പറ്റി അത് എങ്ങനെ ഉപയോഗിക്കും, അതിന് എന്താണ് അതിന്റെ ഭാവി എന്നതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് പറയാനായിട്ട് കൃത്യമായിട്ടൊരു മറുപടിയില്ല. അതിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരുന്ന ആഴ്ചകളിൽ ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ഈ ഇന്ധനം, ഈ ഫ്യുവൽ എന്നാണ് പറയുന്നത്, അതിനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ഡിപ്ലോമാറ്റിക് കോൺവെർസേഷൻസ് ഇറാനുമായി നടത്തിയതിനു ശേഷം തീരുമാനിക്കും എന്നാണ്. അപ്പോ പൂർണ്ണമായിട്ടും 10 ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്ന ശേഷിയുണ്ട്, അത്രയുമാണ് മാറ്റി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മാറ്റിയത് എന്നും പറയുന്നുണ്ടല്ലോ വാൻസ്. അല്ല, അവിടെയാണ് പ്രശ്നം. അതായത് ട്രംപ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആൻഡ് ടോട്ടലി ഒബ്ലിറ്ററേറ്റഡ് എന്നാണ്. എന്ന് വെച്ചാൽ ഇനി അവർക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ കഴിയാത്ത വിധം പൂർണ്ണമായിട്ടും അതിനെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ എക്സാക്ട് സെയിം വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് JD വാൻസ് തയ്യാറായില്ല. അപ്പൊ അത് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് ഈ 900 പൗണ്ടിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം അതിനെ ഇനി എങ്ങനെ ഉപയോഗിക്കാം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. തന്നെയല്ല, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ ഡെവലപ്മെന്റുകളെ പറ്റിയൊക്കെ നോക്കുന്ന പല എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പേർട്സ് പോലും പറയുന്നത്, അതിൽ തന്നെ ജെയിംസ് ആക്ടണെ പോലെയുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ പറയുന്നത് ഒരു പക്ഷേ 1 വർഷം ഇതിനെ ഓഫ്സെറ്റ് ചെയ്തിട്ടുണ്ടാകാം. അതായത് ഇനി അടുത്ത 1 വർഷം കൂടി എടുത്തതിന് ശേഷം വേണം ഇറാന് ഒരുപക്ഷെ പതുക്കെ ഈ ന്യൂക്ലിയർ പ്രോഗ്രാം റെസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള ആഘാതം മാത്രമേ ഒരുപക്ഷെ ഈ സ്ട്രൈക്സ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവുകയുള്ളൂ. എൻറിച്ച് യുറേനിയത്തിനോ അവരുടെ സെൻട്രിഫ്യൂജ് കമ്പോണന്റുകൾക്കോ സാരമായ രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും പ്രശ്നമോ ഇറാനിയൻ എക്സ്പേർട്സിന് എന്തെങ്കിലും സാരമായ രീതിയിലത്തേക്കുള്ള പ്രശ്നമോ ഉള്ളതായിട്ട് നമുക്ക് നിലവിൽ അറിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇതിനെ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം. ഒരു കാര്യം കൂടി അവിടെ ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ തന്നെ നമുക്കറിയാം, സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നാണ് ഈ 16 ട്രക്കുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും അത് യുറേനിയം മാറ്റിയെന്നൊക്കെ പറയുന്നത്. സ്വാഭാവികമായും 3 ആണവ കേന്ദ്രങ്ങൾ, അത് 3 ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ യുറേനിയം എവിടേക്ക് കൊണ്ടുപോകുന്നു, അത് എവിടെ സൂക്ഷിക്കുന്നു? ഇപ്പോൾ ഈ ഇറാൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് എല്ലായിടത്തേക്കും ഈ കണ്ണുകൾ എത്തുമോ, നിരീക്ഷണ കണ്ണുകൾ എത്തുമോ എന്നതൊന്നും അറിയില്ല. പക്ഷേ അത്രമേൽ രഹസ്യമായി ഇതൊക്കെ നീക്കുക, അതെവിടേക്ക് നീക്കി എന്ന് അമേരിക്കയുടെ സാങ്കേതിക സംവിധാനങ്ങൾക്ക് അറിയാനേ പറ്റാത്ത പോകുന്ന ഒരു സാഹചര്യം, അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്രത്തോളം താങ്കൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ? അല്ല, അതെനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഫോർദോയിൽ ഇതുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് ഇറാൻ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫോർദോയിൽ അവരിങ്ങനെ വളരെ സ്പീഡായിട്ട്, വളരെ റാപ്പിഡ് ലെവലിൽ 2% നിന്ന് വളരെ പെട്ടെന്നാണ് 60% മുകളിലേക്ക് പ്യൂരിറ്റി അവർ എൻറിച്ച്മെന്റ് അറ്റൈൻ ചെയ്തത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ നേരത്തെ തന്നെ പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫെസിലിറ്റികളെയൊക്കെ തന്നെ ഇവർ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാക്സാർ പോലെയുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏജൻസികൾ ഹൈ ക്ലാരിറ്റി ഇമേജുകളൊക്കെ തന്നെ ഈ പ്രദേശത്തുള്ള വെഹിക്കിൾ മൂവ്മെന്റിനെ കുറിച്ച് നേരത്തെ തന്നെ കാണിച്ചിരുന്നതുമാണ്. ഒരുപക്ഷെ അതുകൊണ്ടാണ് ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുപക്ഷെ അറ്റാക്ക് ചെയ്യുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ നൽകിയതിന് ശേഷവും ഉടനെ തന്നെ US അവിടെ അറ്റാക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരു സാഹചര്യവും അതാണ്. അപ്പോൾ അങ്ങനെ അവർ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ പോലും അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അമേരിക്ക അത് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീൽ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യത പോലുമുണ്ട്. നമുക്കറിയാം, മറ്റേതൊരു അമേരിക്കൻ പ്രസിഡന്റിനെക്കാളും
ബിസിനസ് താല്പര്യങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ടുള്ള ഒരാൾ തന്നെയാണ് പിന്നെ ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒരുപക്ഷെ ഇതിനുണ്ടാകാം. അതിന് എത്രത്തോളം ഇറാൻ വഴങ്ങുമെന്നോ അല്ലെങ്കിൽ അത് എത്രത്തോളം ഇസ്രായേലിന് സ്വീകാര്യമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ആ മേഖലയിലെ ഭാവി ജിയോ പൊളിറ്റിക്സിനെ നിർണ്ണയിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. അഡ്വക്കേറ്റ് ബൈജു